നമസ്കാരം, കോക്ടെയിലിലേക്ക് സ്വാഗതം. മാനസാന്തരപ്പെട്ട എസ് ഡിയുടെയും മാനസാന്തരപ്പെടാത്ത എസ് ഡി ഉടമകളുടെയും കഥയാണ് ഇനി. സ്വന്തം ഭാര്യയേക്കാൾ കൂടുതൽ എസ് ഡിയെ സ്നേഹിച്ച ചെത്തനാപ്പികളുടെ ഒരു സംഗമം. 1960 ഡിസംബർ 31 ഒരു അച്ഛൻ എസ് ഡിക്കും ഒരമ്മ എസ് ഡിക്കും ഒരു കുഞ്ഞി എസ് ഡി ഉണ്ടായി. കൊയ്ത്ത് കഴിഞ്ഞ വിശാലമായ ഗോതമ്പ് പാടങ്ങളിലും മൈതാനത്തും പുഴവക്കത്തും അവൻ കുട്ടികളുടെയും പട്ടിക്കുട്ടികളുടെയും പൂമ്പാറ്റകളുടെയും ഒപ്പം കളിച്ചു വളർന്നു വലുതാവും തോറും അവൻ കൂടുതൽ സുന്ദരനായി. മലയാളവും ഹിന്ദിയും ഇംഗ്ലീഷും അവൻ നല്ലതുപോലെ പഠിച്ചു. പാട്ടുകൾ എഴുതി, ഗിറ്റാർ വായിച്ചു. അവന് 18 വയസ്സ് തികഞ്ഞപ്പോൾ ചെത്തനാപ്പി എന്നൊരാൾ അമ്പാലയിൽ വെച്ച് അവനെ വാങ്ങി. ഈ ചെത്തനാപ്പി ഉണ്ടല്ലോ, ഇപ്പോൾ എന്താ പറയുന്നേ, ഒരു ഫ്രീക്കനെന്ന് പറഞ്ഞാൽ ഒരു മസ്തു മച്ചാൻ. ചെത്തനാപ്പിയുടെ കൂടെ കൂടി നമ്മുടെ എസ് ടിയും കൈവിട്ട ചില കളികൾ തുടങ്ങി. പെൺപിള്ളാരെ നോക്കി ഉളമടിക്കുക, അടിച്ചു ഓഫായി ഓടിക്കിടക്കുക, റേസ് മത്സരിക്കുക, എന്ന് വേണ്ട കാത് കുത്തി കമ്മലി വരെ ഇട്ടു നമ്മുടെ എസ് ടി. പിന്നീട് 97 പീലിപ്പോസിന്റെ കയ്യിലെത്തി നമ്മുടെ എസ് ടി. പീലിപ്പോസ് എസ് ഡിയെ കൊണ്ട് രാപകലില്ലാതെ മഴയത്തും വെയിലത്തും പണിയെടുത്തു. ഒടുക്കൻ 2016 56 വയസ്സിൽ ഉറങ്ങാൻ കിടന്ന എസ് ഡി ഒരു അശരീരി കേട്ട് ഞെട്ടി ഉണർന്നു. എടാ എസ് ഡി, ഈ 56 കൊല്ലം കൊണ്ട് നീ എന്ത് ചെയ്തു? നിന്റെ യജമാനന്മാരിൽ എന്തെങ്കിലും മാറ്റം വരുത്താൻ നിനക്ക് കഴിഞ്ഞുവോ? എന്താണ് നീ ജീവിച്ചിരുന്നു എന്നതിന്റെ തെളിവ്? Hey guys, don't you feel it like our school days? എന്തായിരുന്നു ഗ്യാങ്ങിന്റെ പേര്? ഈ ഗ്യാങ്ങിന് പേരില്ല. പാച്ച് വർക്ക് ഉണ്ടല്ലേ പാപ്പാ? പിന്നെ ബോക്സ് ആക്സിലേറ്റർ വീക്കാ, മാറ്റേണ്ടി വരും. പിന്നെ പോയി ടയറൊക്കെ പോയി കിടക്ക, മാർക്കറ്റ് കിട്ടില്ല. ഇയറിങ്ങിന് നല്ല പ്ലേ ഉണ്ട്. പ്ലേ വേണം, പ്ലേ വേണം. സെൽഫ് എടുക്കോ? അറിയില്ല, കുറെ നാളെ യൂസ് ചെയ്യാറില്ല. പേരെന്താ? ഫോർഡ്. ഐ മീൻ യുവർ നെയിം? ഷെറിൻ. കാറിന്റെ മാർക്കറ്റൊക്കെ ഇപ്പൊ പൊതുവേ ഡള്ള. ഇതിപ്പോ ആരുടെയെങ്കിലും പെള്ളിക്ക് കെട്ടിവെക്കാൻ ബുദ്ധിമുട്ടുണ്ടായിട്ടല്ല, പക്ഷേ ഞങ്ങൾ ഈ ബിസിനസ്സുകാരാകുമ്പോ ഒരു ഡീസൻസ് ഒക്കെ കീപ്പ് ചെയ്യണം. അതെ. പിന്നെ ഈ ഇത്തരം കാറുകൾ ആരും റെഗുലർ യൂസിന് വാങ്ങാറില്ല. പിന്നെ ഒരു ഫാൻസി ഐറ്റം ആയിട്ടൊക്കെ അങ്ങനെ ഒരു കക്ഷിയുണ്ട്, കാണിച്ചു നോക്കാം. പിന്നെ മിസ്സിസ് വില്യംസ് എന്ത് എക്സ്പെക്ട് ചെയ്യുന്നു? ഐ മീൻ അയ്യോ, വിലയൊന്നും അറിയില്ല. അതെന്താന്ന് വെച്ചാ ന്യായമായിട്ട് ചെയ്യാം. പക്ഷേ സാധനം ഇതായതുകൊണ്ട് ഡോണ്ട് എക്സ്പെക്ട് മോർ. മതിയോ? മുറുക്കിയോ? ഇത്രേ മുറിവെന്നുള്ളൂ. അതിന്റെ അപ്പുറത്തെ മുറുക്കിയോ? അത് അതിന്റെ ഒന്നും അല്ല. സ്റ്റാർട്ടാക്കി നോക്കാം. 1983 എസ് ഡി ഷോറൂമിൽ നിന്ന് ആദ്യമായിട്ടൊരു വണ്ടി ഇറക്കിയ ആളാണ് ഞാൻ. എഞ്ചിനീയറിംഗ് എൻട്രൻസ് കിട്ടിക്കഴിഞ്ഞപ്പം എൻ്റെ ഒരേ ഒരു ഡിമാൻഡായിരുന്നു എനിക്കൊരു ബൈക്ക് വാങ്ങിച്ചു തരണമെന്നുള്ളത്. അപ്പം അങ്ങനെ വന്ന് ആദ്യമായിട്ട് ഞാൻ 83 അന്ന് പ്രായപൂർത്തിയായിട്ടില്ല. അപ്പം ആ സമയത്ത് വണ്ടി ഇറക്കിയുണ്ടായി. പക്ഷെ അതിനൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പോട്ട് ഞാൻ വണ്ടി ഓടിക്കുമായിരുന്നു, എസ് ടിയും ബുള്ളറ്റും ഓടിക്കുമായിരുന്നു.
83 തൊട്ട് 87 വരെ 4 വർഷക്കാലം എഞ്ചിനീയറിംഗ് കോളേജ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അതിനുള്ളിൽ ഏതാണ്ട് ഒരു 12 ആക്സിഡന്റ് ഉണ്ടായിട്ടുണ്ട്. 8 മാസം കാലൊടിഞ്ഞ് മെഡിക്കൽ കോളേജിൽ കിടന്നിട്ടുണ്ട്. ഇടത്തെ കാലിൻ്റെ ടിബിയയും ഫിബിലയും ഒടിഞ്ഞിട്ട് അവസാനം ബൈക്ക് വിറ്റില്ല. എന്നിട്ട് പൊന്മുടി പോയി. അവിടുന്ന് ബൈക്ക് എൻ്റെ കയ്യിൽ നിന്ന് താഴെ പോയി. അത് പിന്നെ ലോറിയിലെടുത്ത് പിന്നെ വിൽക്കുകയായിരുന്നു ചെയ്തത്. അപ്പോൾ അങ്ങനെ വളരെ ദീർഘകാലമായിട്ട് എസ് ഡിയിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ളതെന്ന് മാത്രമല്ല, കേരളത്തിൽ മിക്കവാറും ആ സമയത്ത് ഈ 4 കൊല്ലക്കാലത്തിനുള്ളിൽ കേരളത്തിൽ ഏതാണ്ട് വയനാട് വരെ എസ് ഡി പോയിട്ടുള്ള ഒരാളാണ്. കാണാൻ സ്റ്റൈലായിട്ടുണ്ട്. എത്ര വർഷത്തെ പഴക്കമുണ്ട്? പഴക്കോ? എന്താ സാർ ഈ ചോദിക്കുന്നത്? പഴക്കമില്ലാത്തൊരു സാധനം ഞാൻ സാറിന് കൊണ്ട് തരുമോ? ഇത് സെഞ്ചുറി പാർട്ടിയാ, 100 വയസ്സ്. പലരും കണ്ണു വെച്ച സാധനം ഇത്. പക്ഷെ സാർ ഈ സിറ്റി ജീവിച്ചിരിക്കുമ്പോ ഞാനിത് വേറൊരാൾക്ക് കൊടുക്കില്ല. സാക്ഷാൽ കൊച്ചി മഹാരാജാവ് ക്ഷേത്ര ദർശനത്തിന് യൂസ് ചെയ്ത വണ്ടിയാണിത്. കൊച്ചി മഹാരാജാവോ? യെസ് സാർ, ഇവൻ റോയലാണ്, രാജവംശം. അതെനിക്ക് കണ്ടപ്പോഴേ തോന്നി. Yes. ഇതിന്റെ ബുക്കും പേപ്പറും ഒക്കെ എവിടെ? അതൊക്കെയാണ്. അതുപോലെ തന്നെ ഇടുക്കി സ്ഥിരമായിട്ട് പോകാറുണ്ടായിരുന്നു. എല്ലാ സ്ഥലങ്ങളിലും പോകാറുണ്ട്. അപ്പൊ ഇതൊന്നും അറിയാതാണ് എന്നെ സംഘാടകർ ഇവിടെ കളക്ടർ എന്നുള്ള നിലയിൽ വിളിച്ചത്. ധനേഷ് വിളിച്ചെന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് ലോങ് എക്സ്പീരിയൻസ് എസ് ഡിയിലുണ്ട്. ബിക്കോസ് ദിസ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ലവബിൾ ബൈക്ക്, ഐ ഷുഡ് സേ ദാറ്റ്. ഏത് രാത്രി എവിടെ കൊണ്ടുപോയാലും നമുക്ക് എങ്ങനെങ്കിലും അത് റിപ്പയർ ചെയ്ത് നമുക്ക് തിരിച്ചു കൊണ്ടുവരാം. അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ഈവൻ പൊന്മുടിയിൽ പോകുന്ന ഒരു അവസരത്തിന് എൻ്റെ ഹാൻഡിൽ തന്നെ തിരിഞ്ഞിരുന്നിട്ട് ഞാൻ അങ്ങനെ വെച്ച് ഓടിച്ച് ഇവിടം വരെ കൊണ്ടുവന്നിട്ടുണ്ട്. ഹലോ, കൊച്ചി മഹാരാജാവിന്റെ പേര് വില്യംസ് എന്നായിരുന്നോ? അയ്യോ, ഇത് ലോർഡ് വില്യംസ് മഹാരാജാവ്. ലോർഡ് വില്യംസ് കേട്ടിട്ടില്ലേ? ഇല്ല സാറേ, ഇതായത് രാജ്യം മഹാരാജാവിൻ്റെതാണെങ്കിലും ഭരിച്ചിരുന്നത് വൈസ്രോയ് ആണല്ലോ. ഇത് ലോർഡ് വില്യംസ് വൈസ്രോയ്. സാറ് കേട്ടിട്ടില്ലേ? സാർ ചരിത്രം പഠിച്ചിട്ടില്ലേ? ചരിത്രം പഠിച്ചിട്ടുണ്ട്. ഇങ്ങനെ ഒരാളെ പറ്റി കേട്ടാ എന്തായിരിക്കും? അതായിരിക്കും. വില എനിക്കൊരു പ്രശ്നമല്ല. തറവാട്ടുകാരനും ഗുണം കാണിക്കും. അല്ല സാർ, എന്ന് പറഞ്ഞാൽ പറയണ്ട, വേണ്ട. കണ്ടോ, ഇതെല്ലാം പൊന്നും വില കൊടുത്ത് വാങ്ങിച്ചു വെച്ചിരിക്കുന്ന പുരാവസ്തുക്കളാ. എന്റെ പെമ്പറന്നാരെ പോലെ ഞാൻ കൊണ്ടു നടന്ന വണ്ടിയാ. 78 അമ്പാലിൽ നിന്ന് വാങ്ങിച്ചതാ. തൂത്തു തുടച്ചു വെച്ച് ഒരു കാക്ക പോലും ഇന്ന് വരെ അതിൽ തൂറിയിട്ടില്ല. മാജിക് കാണിക്കുന്നതിലല്ല, ആരെങ്കിലും മാജിക് പഠിപ്പിക്കുന്നതിലാണ് മുതുകാടിന് കൂടുതൽ കൗതുകം. ശിഷ്യർ 4 പേർ അറിയുന്ന ആരെങ്കിലും ആണെങ്കിൽ അദ്ദേഹത്തിന് ആവേശം കൂടും. മാന്യ മഹാജനങ്ങളെ, ഞങ്ങളുടെ പരിപാടിയിലെ അടുത്ത ഇനം നിങ്ങളുടെ കണ്ണിനും കരലിനും കുളിര് പകരുന്ന മായാജാല പ്രകടനങ്ങളാണ്. മാന്ത്രിക വിദ്യ തട്ടിപ്പാണെന്ന് പലരും പറയുന്നത് കേൾക്കാം. പക്ഷെ ആ തട്ടിപ്പിലും ഒരു ശാസ്ത്രമുണ്ട്, കലയുണ്ട് എന്ന് ഞങ്ങളിവിടെ തെളിയിക്കുകയാണ്. ഇതൊരു തൊപ്പിയാണ്. എന്താണ്? തൊപ്പിയാണ്. ഈ തൊപ്പിക്കകം ശൂന്യമാണ്. എന്താണ്? ശൂന്യമാണ്. ഈ തൊപ്പിക്കകത്ത് നിന്ന് ഒരു വെള്ളരിപ്രാവിനെ സൃഷ്ടിക്കാൻ പറ്റുമോ? പറ്റും. ഈ തൊപ്പിക്കകത്ത് നിന്ന് ഞാനൊരു വെള്ളരിപ്രാവിനെ സൃഷ്ടിക്കാൻ പോവാണ്. ദാ വരുന്നു വെള്ളരിപ്രാവ്. വരട്ടെ, വേഗം വരട്ടെ. ഒരു വെള്ളരിപ്രാവ്. ഒരു വെള്ളരിപ്രാവ്. സൈസിൻ്റെ ഏത് കോയിൻ വെച്ച് ചെയ്യുന്നത് നോക്കുന്നത്. ഒരു കോയിൻ ഇവിടെ വെച്ചു, 2 കോയിൻ ഇവിടെ, ഒരു കോയിൻ അല്ലേ, 2ാമത്തെ കോയിൻ ഇവിടെ വെച്ചു, 3ാമത്തെ കോയിൻ എടുത്തതിന് ശേഷം പോക്കറ്റിലേക്ക് വെച്ചു. എത്ര കോയിൻ ഇതിനാണ്? 30 കൈ കാണിച്ചു. സിമ്പിളാണ്. ഒരു കോയിൻ ഇവിടെ വെച്ചു, 2ാമത്തെ കോയിൻ എടുത്ത് 2 കോയിൻ. ഈ 2 കോയിന് ശേഷം ഇവിടെ 2 ക്ലിയറാണ്. 3ാമത്തെ കോയിനത്തിന് ശേഷം പോക്കറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. ഈ 2 കോയിൻ കയ്യിലേക്ക് വെച്ചു. ചാൻസ്. ഒരു കോയിൻ അവിടെ വെച്ചു, 2ാമത്തെ കോയിൻ 2 കോയിൻ. ഈ 2 കോയിൻ കയ്യിലേക്ക് വെച്ചു. 3ാമത്തെ കോയിന് ശേഷം ഇപ്പം എത്ര കോയിൻ ഉണ്ട്? നമുക്ക് ചോദ്യം 3ാമത്തെ. എടോ സത്യക്രിസ്ത്യാനി,
താൻ ആള് കൊള്ളാമല്ലോടൂ. ഈ വക വേലകളൊക്കെ കയ്യിലുണ്ടല്ലേ? ഞാൻ കണ്ടു തന്റെ മാജിക്ക്. സംഗതി തട്ടിപ്പാണെങ്കിൽ തന്റെ പ്രസന്റേഷൻ എനിക്ക് രസിച്ചു. ഷോ, തട്ടിപ്പാണെന്ന് അച്ഛന് മനസ്സിലായോ? പിന്നില്ലാണ്ട്. അതെങ്ങനെയാ അച്ഛോ? അച്ഛന് മാത്രം അത് തട്ടിപ്പാണെന്ന് ഇത്ര പെട്ടെന്ന് മനസ്സിലായോ? അത് വേണ്ട. ആ മാജിക്ക് കയ്യിലിരുന്നോട്ടെ, പുറത്തേക്ക് എടുക്കണ്ട. ക്ഷമിക്കണം അച്ഛോ, വയറ്റിപ്പഴപ്പല്ലേ? അത് മനസ്സിലാക്കിക്കൊണ്ടാ തന്നെ ഞാൻ കൈയോടെ പിടികൂടാഞ്ഞത്. മാജിക് എനിക്കും താല്പര്യമുള്ള വിഷയമാണ്. താൻ പറഞ്ഞ പോലെ അത് ശാസ്ത്രവും കലയും ഒക്കെ ഉണ്ട്.